സർജറിയിൽ സിമ്പിളും മേജറും ഒന്നും നമുക്ക് പറയാൻ ഒക്കെയല്ല. പക്ഷെ എങ്കിൽ പോലും ഇതൊരു പ്രോപ്പർ സർജറി അല്ല. ഞാൻ പറഞ്ഞല്ലോ, ഇത് പിടിച്ചിടുക എന്നുള്ളതാണ്. അനസ്തീഷ്യ കൊടുത്ത് നമ്മൾ അതിനെ ലെവൽ ചെയ്യുക. കാരണം മൂക്കിന്റെ ബോണ് അകത്തോട്ടോ അല്ലെങ്കിൽ വെളിയിട്ടോ മാറിയോ ചെരിഞ്ഞോ ഇരുന്ന് കഴിഞ്ഞാൽ മൂക്കിന്റെ ആകൃതിക്കുള്ള ഒരു വ്യത്യാസവും അതോടൊപ്പം മൂക്കടപ്പും മൂക്കിനകത്തു നിന്നുള്ള ബ്ലീഡിങ്ങും ഒക്കെയാണ് ഇതിന്റെ കോംപ്ലിക്കേഷൻസ്. അപ്പൊ അത് നമ്മൾ ആ പൊട്ടിയ ബോണ് നേരെ ലെവൽ ചെയ്യുക എന്നുള്ളതാണ് ആ പ്രൊസീജിയർ. അത് അത്ര വലിയ മേജർ അല്ല, എന്നാൽ ഒരു തീരെ മൈനർ സർജറി അല്ല, ഒരു പരുവൊട്ടിക്കുന്നതിനുള്ള മൈനർ സർജറി അല്ല. അത് ചില കേസുകളിൽ നമ്മൾ ജനറൽ അനസ്തീഷ്യ ചെയ്യും, ചില കേസുകളിൽ നമ്മൾ അത് ലോക്കൽ അനസ്തീഷ്യയിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ആൾക്കാർ കാണുന്നതിലൊന്നും യാതൊരു തെറ്റുമില്ല. ഇപ്പം അവിടെ നിന്ന് കയറി ഒരു ഇൻഫെക്ഷൻ അങ്ങനെയൊന്നും അടിക്കുന്നില്ല. ഇപ്പം ശ്വാസകോശത്തിന്റെ ഓപ്പറേഷനോ ഹൃദയത്തിന്റെ ഓപ്പറേഷനോ അങ്ങനെയുള്ള കേസുകളിലൊക്കെ നമ്മൾ വിസിറ്റേഴ്സ് ചെല്ലുന്നത് ഒരു പനിയോ ജലദോഷമോ ഒക്കെ അടിക്കുന്നത് കറക്റ്റ് ആയിരിക്കത്തില്ല. ഇത് അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഉള്ളതല്ല. അതുകൊണ്ട് അവർ കണ്ടതിലൊന്നും തെറ്റൊന്നുമില്ല, അതിലൊന്നും ഒരു തെറ്റില്ല. അത് അവർക്ക് തീർച്ചയായിട്ടും അത് ആൾക്കാർക്ക് വിസിറ്റേഴ്സിനെ കാണുന്നതിന് കുഴപ്പമൊന്നുമില്ല.